وعلى آله وصحبه أجمعين أما بعد. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിദ്ക്കിനെ പറ്റിയായിരുന്നു പറഞ്ഞിരുന്നത് അല്ലേ? സിദ്ക്ക് സത്യസന്ധരാവേണ്ടതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ആയത്ത്, ഹദീസ് വിഷയങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇപ്പൊ സത്യസന്ധത എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഉള്ളും പുറവും ഒരേപോലെ ആവുക, മനസ്സിലുള്ളത് പുറത്തു പറയുക. മനസ്സിലുള്ളത് മൂടി വെച്ചൊരു സംഭവം പറയുമ്പോഴാണ് അത് കളവാവുക അല്ലേ? അപ്പൊ അതില്ലാതെ ജീവിക്കുന്നതിനെ പറ്റിയായിരുന്നു നമ്മൾ പറഞ്ഞത്. സിദ്ക്ക് അപ്പൊ അള്ളാഹുവിന്റെ മുമ്പില് ഒന്നും മറച്ചു വെക്കാൻ പറ്റൂല. അപ്പോ ഉള്ളിലുള്ളതും ഒക്കെ ഉള്ളിലുള്ളതും പുറമേ ഉള്ളതും ഒക്കെ നന്നാക്കി ജീവിതം നന്നാക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയും അതുമായിട്ട് ബന്ധപ്പെട്ട ഹദീസുകളായിരുന്നു പറഞ്ഞത്. ഇനി നമ്മള് ഇന്ന് ഇൻഷാ അല്ലാഹ് മുറാഖബ എന്നൊരു വിഷയമാണ്, അതിനെ പറ്റിയുള്ള ഹദീസുകളാണ് ഉണ്ടായിരിക്കുക. മുറാഖബ എന്ന് പറഞ്ഞാല് നിരീക്ഷണം എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാൻ പറ്റും. നിരീക്ഷിക്കുക. അപ്പോ നമ്മള് തസൂഫിന്റെ ഭാഗമായിട്ടുള്ളൊരു പദം കൂടിയാണ് മുറാഖബ എന്ന് പറഞ്ഞാൽ. നമ്മുടെ മനസ്സിനെ നിരീക്ഷിക്കുക എന്ന രീതിയിലൊക്കെ അതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മുറാഖബ എന്നതുകൊണ്ട് അള്ളാഹു നമ്മളെ എപ്പോഴും നിരീക്ഷിക്കും. അള്ളാഹു നമ്മളെപ്പോ ഏത് സമയത്തും നോക്കുന്നുണ്ട് എന്നൊരു ബോധം അടിമക്കുണ്ടാകുന്നതിനെ പറ്റിയാണ് മുറാഖബ എന്ന് പറയുന്നത്. അള്ളാഹു തആലയുടെ നിരീക്ഷണം ഏത് സമയത്തും മനുഷ്യരുണ്ടാകും എന്നൊരു ബോധം മനുഷ്യനുണ്ടാവുക. അപ്പൊ അതിനനുസരിച്ച് അമലുകൾ ചിട്ടപ്പെടുത്താൻ പറ്റും. അതാണ് തസൂഫിന്റെ നമുക്ക് പറയും, ഈ ഹദീസിൽ പറയുന്നുണ്ട്, ഇസ്ലാമും ഈമാനും ഇഹ്സാനും പഠിപ്പിച്ചു കൊടുത്തു. ഇത് മൂന്നും കൂടി ഉൾപ്പെട്ടതാണ് ദീന്. അപ്പൊ അതിൽ ഇസ്ലാം കാര്യങ്ങളാണ് എന്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ വിശ്വസിക്കാനുള്ള കാര്യങ്ങളാണ്. ഇഹ്സാൻ എന്ന് പറഞ്ഞാല് അതാണ് ഇഖ്ലാസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യം. നമ്മൾ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും പടച്ചോൻ നമ്മളെ കാണുന്നുണ്ട് എന്നൊരു ബോധം ഒരു അടിമക്ക് ഉണ്ടായിരിക്കുക എന്നതാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ നമ്മള് എപ്പോഴും തുടങ്ങുന്നത് പോലെ ഫസ്റ്റ് ആയത്തുകൾ നോക്കാം, പിന്നെ ഹദീസുകളിലേക്ക് കടക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോ ഇപ്പം മുറാക്കബയാണ് കേട്ടോ, ബാബുൻ ഫിൽ മുറാക്കബ. അപ്പൊ ഇതിലെ എത്രാമത്തെ ഹദീസാണ്? 60-ാമത്തെ ഹദീസാണ് എടുക്കാനുള്ളത്. അപ്പൊ അതിനു മുമ്പ് കുറച്ച് ആയത്തുകളുണ്ട്. അപ്പോ റസൂൽ എന്ന് പറഞ്ഞ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാൻ പറ്റും, അഫ്ളലു ഈമാനിൽ മറിയാൻ യഅലമ അന്നല്ലാഹ മഅഹു ഹൈസു കാൻ. എവിടെയാണെങ്കിലും ഒരു അടിമ എവിടെയാണെങ്കിലും മനുഷ്യൻ അള്ളാഹുവിനെ ഓർക്കുന്നുണ്ട് എന്നൊരു ബോധം ഉണ്ടായിരിക്കുക എന്നതാണ് മനുഷ്യന്റെ ഏറ്റവും നല്ലൊരു ഈമാന് എന്ന് ഒരു ഹദീസിൽ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ബോധം ഉണ്ടായിരിക്കലാണ് ഈ മുറാക്കബ എന്ന് പറയാം. അള്ളാഹു നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്, നമ്മളെപ്പോഴും പടച്ചോൻ നമ്മളെ കൂടെ ഉണ്ട് എന്നൊരു തോന്നലുണ്ടായിരിക്കാം. അപ്പൊ ആ സമയത്ത് എന്താവാ, ഒരു തെറ്റും ചെയ്യാന് മനുഷ്യന് തോന്നൂല. ഓക്കെ, അപ്പൊ അതാണ് അള്ളാഹു തആല പറഞ്ഞു. ഇനി ഖുർആനിലുള്ള ഓരോ ആയത്തുകൾ പറയാണ്. അല്ലദീ യറാക ഹീന തഖൂമു വതഖല്ലുബക ഫിസ്സാജിദീൻ. നബിയോട് പറയണത് ഖുർആനില്, അല്ലദീ യറാക ഹീന തഖൂമു, നിസ്കരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്. വതഖല്ലുബക ഫിസ്സാജിദീൻ, നിസ്കാരത്തിലായിരിക്കുന്ന സമയത്ത് പല ആക്ടിവിറ്റീസുകൾ ഉണ്ടാവും അല്ലെ? റുക്കൂ ഉണ്ടാവും, സുജൂദ് ഉണ്ടാവും, ഇഅ്തിദാൽ ഉണ്ടാവും. ആ സമയത്ത് അത്തരം പ്രവർത്തനങ്ങളൊക്കെയും എന്താകുന്നുണ്ട്, നാം അറിയുന്നുണ്ട്, കാണുന്നുണ്ട് എന്നൊരർത്ഥാണ് ഇതിനുള്ളത്. അല്ലദീ യറാക ഹീന തഖൂമു വതഖല്ലുബക ഫിസ്സാജിദീൻ. തഖല്ലുബക ഫിസ്സാജിദ് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലെ പല അമലുകളെ പറ്റിയാണ്. ഫിസ്സാജിദ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിച്ചത് എന്താണ്? മുസല്ലി എന്ന്. നിസ്കരിക്കുന്നതിന് സുജൂദിലേക്ക് ചുരുക്കിയിട്ടാണ് പറഞ്ഞത്. നിസ്കരിക്കുന്ന സമയത്തുള്ള അമലുകളൊക്കെയും അറിയുന്നുണ്ട്, അതൊക്കെ പടച്ചോൻ കാണുന്നുണ്ട് എന്നൊരായത്ത്. അപ്പൊ ഷുറായിലുള്ള ആയത്താണത്. ഇനി വേറൊരു സന്ദർഭത്തിൽ ഖുർആനിൽ കാണാൻ പറ്റും,
വഹുവ മഅക്കും ഐനമാ കുന്തും. കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ആയത്താണ്. വഹുവ മഅക്കും, അല്ലാഹു തആല നിങ്ങളുടെ കൂടെ ഉണ്ട്. ഐനമാ കുന്തും, നിങ്ങൾ എവിടെ ആകുന്ന സമയത്തും, നിങ്ങൾ എവിടെ ആയിരുന്നാലും അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട്. സൂറത്തുൽ ഹദീദിലെ 4-ാമത്തെ ആയത്താണ്. ഓക്കെ, വഹുവ മഅക്കും, വഹുവ പറഞ്ഞ അള്ളാഹു, മഅക്കും നിങ്ങളുടെ കൂടെയുണ്ട്. ഐനമാ കുന്തും, നിങ്ങൾ എവിടെ ആയിരുന്നാലും. ഐന എന്ന് പറഞ്ഞാൽ നമ്മള് ക്വസ്റ്റ്യൻ വേർഡിൽ പഠിച്ചല്ലോ, എവിടെ എന്നുള്ളതാണ്. ഐനമാ കുന്തും, നിങ്ങൾ എവിടെ ആയിരുന്നാലും പടച്ചവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അതാണ് സൂറത്തുൽ ഹദീദിലെ. ഇത് ഈ ഒരു ബോധം ഒരേ സമയം നമുക്ക് സങ്കടം ഉണ്ടാകുന്ന സമയത്ത്, നല്ല രീതിയിൽ ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊരു സന്തോഷവും, നമ്മളെന്തെങ്കിലും തെറ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ളൊരു പ്രചോദനമാണ്. കാരണം ഈ ഹിജ്റ പോകുന്ന സമയത്ത് ഗുഹയിൽ ഒളിച്ചിരിക്കുമ്പോ, സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന സമയത്ത് ഇവര് വന്നല്ലോ, ശത്രുക്കൾ വന്നു. അവര് ജസ്റ്റ് ഒന്ന് കാലിലേക്ക് നോക്കിക്കഴിഞ്ഞാല് നബിതങ്ങളെയും സിദ്ദീഖുകളെയും കാണുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് എങ്ങനെയാണ് സമാധാനിപ്പിച്ചത്? ലാ തഹസൻ ഇന്നല്ലാഹ മഅന, ഇന്നല്ലാഹ മഅന. പിന്നെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചോദിച്ചെന്ത്? ഇപ്പൊ ഇവര് ജസ്റ്റ് ഒന്ന് കാലിലേക്ക് നോക്കിയാൽ നമ്മളെ കാണൂല നബിയെ എന്ന് ചോദിച്ചു. പറഞ്ഞു ലാ തഹസൻ ഇന്നല്ലാഹ മഅന, നിങ്ങൾ പേടിക്കണ്ട, അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ് നബിതങ്ങൾ മറുപടി കൊടുത്തത്. അപ്പൊ അവിടെ അത് അവർക്കൊരു പ്രതീക്ഷയാണ്, ഒരു സന്തോഷാണ്, പിന്നെ ഒരു ആത്മവിശ്വാസമാണ് അവിടെ അള്ളാഹു കൂടെ ഉണ്ട് എന്നുള്ള വിഷയം. അപ്പൊ അതേ സമയത്ത് തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് ഒരു ഒരു ചരിത്രത്തിലുണ്ടല്ലോ, സിന ചെയ്യുന്നതിന്റെ ഒരു അടുത്തെത്തിയപ്പോ ആ ഒരു ഒരുക്കത്തിന്റെ ഇടയിൽ അള്ളാഹുവിനെ പേടിക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഒരാൾ പിൻവാങ്ങിയ ഒരു ചരിത്രം നമുക്ക് കേട്ടിട്ടുണ്ടാവും. അപ്പോ നന്മകൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്കൊരു ബേജാറുള്ള സമയത്ത് നമുക്കൊരു പ്രതീക്ഷയായിട്ടും, നമ്മൾ തെറ്റുകളിലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് തടയാനുള്ള ഒരു കാരണമായിട്ടും ഈ ഒരു ചിന്ത നമുക്ക് കൂട്ടിനുണ്ടാവും. അതാണ് വഹുവ മഅക്കും ഐനമാ കുന്തും, എവിടെയാണെങ്കിലും, നല്ല സാഹചര്യത്തിലാണെങ്കിലും ചീത്ത സാഹചര്യത്തിലാണെങ്കിലും ഒക്കെ പടച്ചോൻ നമ്മളെ കൂടെ ഉണ്ട്. ഇനി വഖാലത്ത് ആല ഇന്നല്ലാഹ ലാ യഖ്ഫാ അലൈഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ. ഇന്നല്ലാഹ, ഇനി അടുത്ത ആയത്തിട്ടോ, ഇന്നല്ലാഹ ലാ യഖ്ഫാ അലൈഹി, അല്ലാഹു തആലയുടെ മുമ്പിൽ ഖഫിയാവില്ല, ഇത് രഹസ്യമാവുകയില്ല. ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ, ആകാശത്തിലും ഭൂമിയിലുള്ള ഒരു സാധനവും, ഒരു സംഭവം അല്ലാഹു തആലക്ക് രഹസ്യമാവുകയില്ല. അപ്പൊ എല്ലാതും വളരെ കൃത്യമായിട്ട് അല്ലാഹു തആലക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് അള്ളാഹുവിന്റെ ഇൽമിന്റെ ഒരു മഹത്വം. അങ്ങനെയാണ്. നമ്മുടെ ഇൽമ പോലെയല്ല, അതിന്റെ എല്ലാം അറിയാം. അതിൽ പെട്ടാണ് എന്ത്, ഇനിയിപ്പോ നടക്കാൻ പോകുന്ന കാര്യങ്ങളും അറിയാം. നടന്നു കഴിഞ്ഞതും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതും അറിയാം. അപ്പൊ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ ഉണ്ടാവും, ഖുർആനിലുണ്ടാവും. നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഖുർആനിലുണ്ടാവും. ഓക്കെ, ഇത്തരം വിഷയങ്ങളൊക്കെ ഖുർആനിലുണ്ടാവും. കാരണം അല്ലാഹു തആലക്ക് കാലമില്ല. അപ്പോ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഇൽമ് ഏതെങ്കിലും ഒരു കാലത്തോട് ബന്ധിച്ചതല്ല, ഏതെങ്കിലും ഒരു സമയത്തോടോ ഒരു സ്ഥലത്തോടോ ബന്ധിച്ചതല്ല. നമ്മുടെ നോളജ് എന്ന് പറഞ്ഞാല് നമ്മൾ മനസ്സിലാക്കുന്ന, ചുരുങ്ങിയ ജീവിതത്തിൽ നമ്മൾ അറിയുന്ന, നമ്മളെ കണ്ടു പരിചയമുള്ള ഒരു ചുറ്റുപാടിൽപ്പെട്ടതായിരിക്കും. ഇപ്പോ ടെക്നോളജി ഒക്കെ വന്നതുകൊണ്ട് നമ്മൾ കാണുന്ന ഫേസ്ബുക്കും യൂട്യൂബും അതിലും ലിമിറ്റഡ് ആയിരിക്കും. അതിന്റെ അപ്പുറത്തുള്ള ലോകം നമുക്കറിയില്ല, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൊക്കെ കളവ് പ്രചരിപ്പിക്കാൻ ഇന്ന് സത്യം മനസ്സിലാക്കുന്നവരുണ്ട്. ഇപ്പൊ പുതിയൊരു പഠനമുണ്ട്, ട്രംപ് അമേരിക്കയിൽ രണ്ടാമത് വന്നു കഴിഞ്ഞത് അത് യൂട്യൂബേഴ്സിന്റെ പ്രചാരണം കൊണ്ടാണ്. അതായത് ഒരു പോഡ്കാസ്റ്റ്, ട്രംപുമായിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് കണ്ടത് 50 മില്യൺ ആൾക്കാരാണ്. അപ്പൊ ഈ പുതിയ ആൾക്കാര് ഒരു അഭിപ്രായം രൂപീകരിക്കുന്നത്, പണ്ട് മീഡിയകളാണ് അഭിപ്രായം രൂപീകരിക്കാൻ സഹായിച്ചതെങ്കിൽ ഇപ്പൊ അഭിപ്രായ രൂപീകരണത്തിന് സഹായിക്കുന്നത് യൂട്യൂബിലെ ചാനൽസും പോഡ്കാസ്റ്റേഴ്സും ഒക്കെയാണ് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ അതിന്റെ അപ്പുറത്തുള്ള ഒരു ലോകം കാണാൻ അവർ നോക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം. അപ്പൊ അത് നമ്മുടെ നോളജിന്റെ ലിമിറ്റേഷൻ പറഞ്ഞതാണ്. പക്ഷെ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്,
ആകാശഭൂമിയിലുള്ളതൊന്നും തന്നെ അവന് ഖഫിയല്ല. എല്ലാം അല്ലാഹു തആല അറിയുന്നതാണ്. ഇപ്പൊ നമ്മളെയും ഒരേ സമയം അല്ലാഹു തആല ഓരോരുത്തരെയും എന്ത് ചെയ്യുന്നുണ്ട്? അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. വഖാല തആല ഇന്ന റബ്ബക ലബിൽ മിർസാദ്. റബ്ബ് നിങ്ങളെ നിരീക്ഷണത്തിലാണ്, നിരീക്ഷിക്കുന്നുണ്ട്. മിർസാദ് എന്ന് പറഞ്ഞാൽ അതാർത്ഥം. യർസുദു അഅമാലുൽ ഇബാദി, ഇബാദിന്റെ അടിമകളുടെ അമലുകളൊക്കെ അല്ലാഹു തആല എന്ത് ചെയ്യുന്നുണ്ട്? നിരീക്ഷിക്കുന്നുണ്ട്, ഒന്നുപോലും ഒഴിവാക്കുന്നില്ല എന്നാണ് ഇന്ന റബ്ബക ലബിൽ മിർസാദ് എന്ന് പറഞ്ഞാല് അർത്ഥം. അൽ ഫജ്റിലുള്ളതാണ് ആ സൂറത്ത്, ആ ആയത്ത്. ഇനി വഖാല തആല, ഇനി അടുത്തൊരായത്ത് യഅലമു ഖായിനത്തുൽ അയുനി മാ തുഖ്ഫി സുദൂർ. അല്ലാഹു തആല അറിയും ഖായിനത്തുൽ അയുനി, കണ്ണ് വെട്ടിച്ചു നോക്കുന്നത്, വമാ തുഖ്ഫി സുദൂർ, അതുപോലെ തന്നെ എന്തും സുദൂർ, ഹൃദയങ്ങളിൽ രഹസ്യമാക്കി വെക്കുന്ന കാര്യങ്ങളും, അതുപോലെ തന്നെ ഇടം കണ്ണിട്ട് നോക്കുന്നതും. ഇപ്പൊ ഹറാമിലേക്ക് കണ്ണിട്ട് നോക്കിയാലും ഡയറക്റ്റ് നോക്കിയില്ല, അപ്പൊ ഒരു ചെറിയ ചെറിയ തെറ്റാണ്. അപ്പൊ ചെറിയൊരു കാര്യം പോലും, ചെറിയൊരു തെറ്റ് പോലും അല്ലാഹു തആല അറിയും. വമാ തുഖ്ഫി സുദൂർ, കൽബുകളിൽ രഹസ്യമാക്കി വെച്ച കാര്യങ്ങളും അല്ലാഹു തആല അറിയും. അല്ലാഹു തആലയുടെ ഇൽമ് അത്രത്തോളം വിശാലമാണ്. സൂറത്തുൽ ഗാഫിറിൽ. പിന്നെ വല്ല ആയാത്തു ഫിൽ ബാബി കസീറത്തും മാലൂമ, ഇതുമായിട്ട് ബന്ധപ്പെട്ട അള്ളാഹു എല്ലാം അറിയും, അതിന്റെ നിരീക്ഷണം ഇല്ലാതെ ഒന്നും ലോകത്ത് സംഭവിക്കുകയില്ല എന്ന ആയത്തുകള് ഖുർആനിൽ ഒരുപാടുണ്ട്. ഇനി അപ്പൊ അത് അതിന്റെ വിഷയത്തിന്റെ നമ്മുടെ തുടക്കമായിരുന്നു. ഇനി നമുക്ക് ഹദീസുകൾ നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ മുറാക്കബ എന്താണ്, മുറാക്കബ എന്ന് ക്ലിയർ ആയിട്ടുണ്ടാവല്ലോ. ഇനി ഒന്നാമത്തെ ഹദീസ് എന്താണ്? ആരെങ്കിലും വായിക്കി. എല്ലാരും വായിക്കുന്നാല് ഹദീസ് വായിച്ചിട്ട് തുടങ്ങാം. ആരുല്ലേ? എല്ലാരും കൂടെ ഇല്ലേ? ശരി, ഓക്കെ. അപ്പൊ ഇത് ഹദീസ് ജിബ്രീൽ എന്നറിയപ്പെട്ട ഹദീസാണിത്. ജിബ്രീൽ അലൈഹിസ്സലാം നബിതങ്ങളുടെ അടുത്ത് വന്നിട്ട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാണ്, ഒരു ചർച്ച ചെയ്യാണ്. അതിലൂടെ സ്വഹാബത്തിനും കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഇതിലാണ് വളരെ ഫേമസ് ആയ ഹദീസാണ്. അതിൽ ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ, ദീൻ എന്താണെന്ന് ഈ ഹദീസിനെ പറ്റി എന്താ പറഞ്ഞത്? ലാസ്റ്റ് നബിതങ്ങൾ പറഞ്ഞത് വന്നത് ആരാണ്? ജിബ്രീലാണ്. അതാക്കും യുഅല്ലിമക്കും ദീനക്കും, നിങ്ങളുടെ ദീന് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഈ പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് ദീൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? ഇതിൽ 3 കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. എന്താണ് ഇസ്ലാം, എന്താണ് ഈമാൻ, എന്താണ് ഇഹ്സാൻ. നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്ന്. വമ്മൽ അഹാദീസ് ഫൽഅവ്വലു അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമി, ഞങ്ങൾ നബിതങ്ങളോട് കൂടെ എന്താണ് ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇത് ത്വലാ അലൈനാ റജുലുൻ ശദീദു ബയാദി സിയാബി, ഈ സമയത്ത് നല്ല വസ്ത്രം നല്ല വെളുത്ത വസ്ത്രമുള്ള, ബയാദ് എന്ന് പറഞ്ഞാൽ വെളുപ്പ്, ഓക്കെ. സിയാബ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സ്. ഇപ്പൊ ഡ്രസ്സിന്റെ കളർ നല്ല വെളുത്ത ഡ്രസ്സ് ധരിച്ച ഒരാള് വന്നു. ശരീദ് സവാദി ഷാരി, മുടിയുടെ കളർ നല്ല കറുപ്പാണ്. ലാ യുറ അലൈഹി അസറു സഫരി, അദ്ദേഹത്തിൽ എന്തും കാണുന്നില്ല. ലാ യുറ അസറു സഫരി, യാത്ര ചെയ്തതിന്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. വലാ യഅരിഫു മിന്ന അഹദുൻ, സ്വഹാബത്തിനിടയിൽ നമുക്ക് ആർക്കും അറിയില്ല ഇത് ആരാണെന്ന്. കൂട്ടത്തിൽ പെടാത്ത, നമ്മളെ നാട്ടിലില്ലാത്ത ഒരാളാണ്. പക്ഷെ നോക്കുമ്പോ അയാൾക്ക് എന്തുമില്ല, യാത്ര ചെയ്തതിന്റെ ക്ഷീണോ അങ്ങനെയുള്ള അതിനുള്ള ലക്ഷണങ്ങളൊന്നുമില്ല. അവിടെ ആണെങ്കിൽ മരുഭൂമി കൂടെ യാത്രയാണല്ലോ. എന്തായാലും ദൂരെ നാട്ടിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ അതിന്റെ
അസർ എന്തായാലും അറിയും. ഓക്കെ, അങ്ങനെ മനസ്സിലാകുന്നില്ല. ഹത്താ ജലസയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഇവര് നേരെ ചെന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ അടുത്ത് പോയിരുന്നു. ഫാസ് എന്നിട്ടോ ഫാസ്നദ റുക്ബത്തൈഹി ഇലാ റുക്ബത്തൈഹി, മുട്ട് ചേർന്നിരുന്നു, മുമ്പില് മുട്ട് ചേർന്നിരുന്നു. വള കഫൈഹി അലാ ഫഖിദൈഹി, എന്നിട്ട് മുട്ട് മുൻകൈ എടുത്തിട്ട് എവിടെ, മുട്ടുകാലമ വെച്ചു. അപ്പൊ കാല, എന്നിട്ട് അവർ സംസാരിക്കട്ടോ, നബിതങ്ങളും ഈ വന്ന ആളും സംസാരിക്കാണ്. കാല യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, മുഹമ്മദ് പേര് വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ പറ്റി പറഞ്ഞുതരാൻ പറഞ്ഞു. അപ്പൊ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഇസ്ലാം, അപ്പൊ ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്ന ഇസ്ലാം കാര്യങ്ങൾ തന്നെ. തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഫസ്റ്റ് ഷഹാദത്ത്, വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹുവും നബിയും അവരെ തൊട്ട് സാക്ഷ്യം വഹിക്കുക, അള്ളാഹു അല്ലാതെ വേറെ ഇലാഹില്ലാന്നും നബി റസൂലാണെന്ന് സാക്ഷ്യം വഹിക്കുക. അതാ ഒന്നാമത്തെ കാര്യം. തുഖീമ സലാത്ത, പിന്നെ നിസ്കാരം നിർവഹിക്കുക. സക്കാത്ത, പിന്നെ സക്കാത്ത് കൊടുത്തു കിട്ടുക. തസൂമ റമദാന, റമദാനില് നോമ്പ് അനുഷ്ഠിക്കുക. ഹുജ്ജൽ ബൈത്ത ഇനിസ്തതാഅത ഇലൈഹി സബീല, സാധിക്കുന്നവരെന്ത് ചെയ്യുക, ഹജ്ജ് ചെയ്യുക. അത് കാണാൻ പഠിച്ച ഇസ്ലാം കാര്യം മുഴുവനായിട്ട് മനസ്സിലാവും. ഏതൊക്കെയാണ് ഇസ്ലാമു അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വതുഖീമ സ്വലാത്ത വതുതിയ സകാത്ത വതസൂമ റമദാന വതഹുജ്ജൽ ബൈത്ത ഇനിസ്തതാഅത ഇലൈഹി സബീല. അതില് 5 ഇസ്ലാം കാര്യങ്ങളും കവർ ചെയ്തു. ഓക്കെ, അപ്പൊ അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, ആ വന്ന ആള് പറഞ്ഞു, എന്ത് സദഖ്ത, നിങ്ങൾ സത്യം പറഞ്ഞിരിക്കുന്നു. അപ്പൊ അജിബ്നാലഹു, അപ്പൊ ഉമർ റളിയല്ലാഹു പറയണ ഹദീസ് റിപ്പോർട്ട് ചെയ്താണല്ലോ. അപ്പൊ അജിബ്നാലഹു, അപ്പൊ നമ്മൾ അത്ഭുതപ്പെട്ടു. എന്താ ഇത് നബി തങ്ങളോട് ചോദിക്കുന്നു, എന്നിട്ട് ശരിയാണെന്ന് പറയണു. യസ്അലു വയസ്സദ്ദിഖു, ചോദ്യം ചോദിക്കാണ് എന്നിട്ട് ശരിയാണെന്ന് പറയണം. നമ്മൾ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് അത്ഭുതം വന്നു. അപ്പൊ അഖ്ബിർനി, എന്നിട്ട് അയാൾ വീണ്ടും തുടർന്നു, വന്ന ആള് തുടർന്നു. അപ്പൊ അഖ്ബിർനി അനിൽ ഈമാൻ, ഈമാനെ പറ്റിയിട്ട് പറഞ്ഞുതരാൻ പറഞ്ഞു. കാല, അപ്പൊ പറഞ്ഞു, എന്താണ്, അൻ തുഅ്മിന ബില്ലാഹി, അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിരി വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. ഇപ്പൊ ഈമാനിന്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അൻ തുഅ്മിന ബില്ലാഹി, ഏതൊക്കെയാണ്? അൻ തുഅ്മിന ബില്ലാഹി, അള്ളാഹുവിൽ വിശ്വസിക്കുക. മലായികതിഹി, മലായികത്തില്, കുത്തുബിഹി, കിതാബുകളിൽ, റുസുലിഹി, അംബിയാ റുസുലിങ്ങളിൽ വിശ്വസിക്കുക. പിന്നെ യൗമിൽ ആഖിരി, അന്ത്യദിനത്തിൽ വിശ്വസിക്കുക. തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി, പിന്നെന്തിലും ഖദർ ഖദായിലും വിശ്വസിക്കുക. എല്ലാ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക. ഇതാണ് ഈമാന്. ഏതൊക്കെ 6 കാര്യങ്ങൾ? തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിരി വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. ഓക്കെ, അപ്പൊ 6 കാര്യങ്ങൾ ഇതിൽ കവർ ചെയ്തു. കാല സദക്ത, അപ്പൊ ഇത് പറഞ്ഞപ്പോഴും പറഞ്ഞു സദക്ത, നിങ്ങൾ സത്യം പറഞ്ഞു എന്നാര് പറഞ്ഞു? ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു. കാല, എന്നിട്ട് പറഞ്ഞു, അഖ്ബിർനി അനിൽ ഇഹ്സാൻ, നീ ഇഹ്സാനെ പറ്റി പറഞ്ഞിരണം. എന്താണ് ഇഹ്സാൻ എന്ന് ചോദിച്ചു. അപ്പൊ അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ഇതാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം ഇസ്ലാം, പിന്നെ ഈമാൻ, പിന്നെ ഇഹ്സാൻ. ഓക്കെ, ഇസ്ലാം ഈമാൻ മനസ്സിലായല്ലോ. ഇഹ്സാൻ എന്താ നോക്കാം. എന്താണ്? അൻ തഅബുദല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കലാണ്. കഅന്നക തറാഹു, എന്തുപോലെ, ഏതുപോലെ? കഅന്നക തറാഹു, നിങ്ങൾ അള്ളാഹുവിനെ കാണുന്ന പോലെ, നിങ്ങൾ അള്ളാഹുവിനെ കാണുന്ന പോലെ അള്ളാഹുവിനെ ആരാധിക്കുക. അപ്പൊ ഇല്ലം തക്കുൻ തറാഹു, നിങ്ങൾ അള്ളാഹുവിനെ അങ്ങോട്ട് കണ്ടിട്ടില്ലെങ്കിലും ഇന്നഹു യറാക്ക, അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ടല്ലോ. അപ്പോ നിങ്ങൾ അള്ളാഹുവിനെ കാണുന്നത് പോലെ,
അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാണ് നിങ്ങൾ എന്നതുപോലെ നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. നിങ്ങൾ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അള്ളാഹു എന്താണ് ഇങ്ങോട്ട് കാണുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി നോക്കി. അൻ തഅബുദ അല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, കഅന്നക തറാഹു, ഇതുപോലെ കഅന്നക പറഞ്ഞാൽ അതുപോലെ എന്നുള്ളൊരർത്ഥം. കഅന്നക തറാഹു, നിങ്ങൾ അള്ളാഹുവിനെ കാണുന്നത് പോലെ നിങ്ങൾ ആരാധിക്കുക. അപ്പൊ ഇല്ലം തക്കുൻ തറാഹു, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും, ശരിക്കും നിങ്ങൾ കാണുന്നില്ലെങ്കിലും, അപ്പൊ ഇന്നഹു യറാക്ക, അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പടച്ചവനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുക, അതാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞു കൊടുത്തു. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അർത്ഥം നോക്കി. ഇവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട്, തുടങ്ങാം. അതൊക്കെ അല്ലേ ഇഹ്സാൻ, മനസ്സിലായില്ലേ? അൻ തഅബുദല്ലാഹ തറാഹു ഇല്ലം തക്കുൻ തറാഹു ഫഇന്നഹു യറാക. ഇത് മൂന്നോ ഈ ഹദീസാണ് കാണാതെ പഠിച്ചാൽ ദീൻ എന്താന്ന് മനസ്സിലാവും കേട്ടോ. എന്താണ് കാണാതെ പഠിക്കും. അപ്പൊ ഒന്ന് ഫസ്റ്റ് ഇസ്ലാം എന്തായിരുന്നു? അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് وتقيم الصلاة وتؤتي الزكاة وتصوم رمضان وتحج البيت إن استطعت إليه سبيلا. പിന്നെ ഈമാനൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിരി വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. പിന്നെ മൂന്നാമത്തതോ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അപ്പൊ അതാണ് ഇഹ്സാൻ. കാല ഓക്കെ, ഇനി ചോദിച്ചു ഫഅഖ്ബിർനി അനി സാഅ, ഖിയാമത്ത് നാളിനെ പറ്റി, അതാണ് സാഅത്ത്. ഖിയാമത്ത് നാളിനെ പറ്റി പറഞ്ഞേരി, എപ്പോഴാണ് ഖിയാമത്ത് നാൾ എന്നുള്ളത് പറഞ്ഞുതരാനാണ് ചോദിച്ചത്. കാല, പിന്നെ നിങ്ങൾ പറഞ്ഞു മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ് സായിലി, ഈ ചോദിക്കപ്പെട്ട ആള് ചോദിച്ച ആളെക്കായും അറിവുള്ള ആളല്ല. മീൻസ് അവർക്ക് രണ്ടാർക്കും അറിയില്ല. മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ് സായിലി, മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ് സായിലി, ചോദിക്കപ്പെട്ട ആള് ചോദിച്ച ആളെക്കായും കൂടുതൽ അറിയില്ല. നമ്മൾ രണ്ടാൾക്കും അത് അറിയാത്ത വിഷയമാണ്. എന്താ ചോദിക്കാനുണ്ടോ? അത് ഈ ഹദീസിൽ കാണുന്നില്ല. പല റിവായത്തുകളുണ്ടാവും, ചിലപ്പോ ചിലതിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇത് ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഓക്കെ, ഇതിലത് കാണുന്നില്ല. വേറെയും റിവായത്തുകൾ ഉണ്ടാവും. അപ്പോ വേറെ നമുക്ക് നോക്കാം. ഓക്കെ, ഇത് റവാഹു മുസ്ലിം ആണ് കാണുന്നത്. ഓക്കെ, ഇനി ഓക്കെ, അപ്പോ അത് കഴിഞ്ഞിട്ട് എന്താണ് ഖിയാമത്ത് നാളിനെ പറ്റി ചോദിച്ചു. പറഞ്ഞു മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ് സായിലി എന്ന് പറഞ്ഞു. ഖാല ഫഅഖ്ബിർനി അൻ അമാറാത്തിഹ, അപ്പോ
അതിന്റെ അടയാളങ്ങളെ പറ്റി പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. കാലാബ് പറഞ്ഞു, നബിതങ്ങൾ പറയണെന്ത്, അൻ തലിദൽ അമതു റബ്ബതഹ വൻ തറൽ ഹുഫാത്തൽ ഉറാത്തൽ ആലത്തെ റിആ അശ്ശാഇ യതതാവലൂന ഫിൽ ബുനിയാനി. ഇപ്പൊ ഒരുപാട് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ, അതിനുവേണ്ടി സെപ്പറേറ്റ് ബാബ് തന്നെ ഹദീസിന്റെ കിതാബിൽ കാണാൻ പറ്റും. ഓക്കെ, ഈ മഹദി ഇമാമ വരുന്നതും യുദ്ധം നടക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് ഹദീസുകളുണ്ട്. ഇവിടെ കേവലം 2 അടയാളങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ എന്താണ്, തെലിദൽ അമതു റബ്ബതഹ, റബ്ബത്ത് അടിമ സ്ത്രീ അവരുടെ യജമാനനെ പ്രസവിക്കുക എന്നാണ് പറഞ്ഞത്. അടിമ സ്ത്രീ യജമാനനെ പ്രസവിക്കുക പറഞ്ഞാല്, ഒരു അടിമ സ്ത്രീയില് അതിന്റെ ഉടമക്ക് കുട്ടി ഉണ്ടായി കഴിഞ്ഞാല് ആ കുട്ടി എന്താണ്, കുട്ടി യജമാനന്റെ കുട്ടിയാണല്ലോ, അപ്പൊ അത് സെയ്യിദാണ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു പ്രവണത, മീൻസ് ഇതിനെ വിശദീകരിച്ചിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് അടിമകൾ ഉണ്ടാവുക എന്ന രീതിയിൽ ഇസ്ലാം മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതല്ല, വേറെ കുറച്ച് ആൾക്കാര് എന്ത് പറഞ്ഞിട്ടുണ്ട്, ഉമ്മമാരെന്ത് ചെയ്യാ, കുട്ടികള് ബുദ്ധിമുട്ടാക്കുക, ഉഖൂഖുൽ വാലിദൈൻ ഉണ്ടാവുക. ഇപ്പൊ കുട്ടികള് മാതാപിതാക്കളെ എന്ത് ചെയ്യുക, അവരോട് എതിര് ചെയ്യുക, അവരെ ശിക്ഷിക്കുക, അവരോട് അതപകേട് കാണിക്കുക, അത്തരം വിഷയങ്ങളും ഇതിൽ പെടുന്നതായിട്ട് പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിച്ചവരുണ്ട്. ഇപ്പോ വാക്കാർത്ഥം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ തെളിതൽ അമത്തു റബ്ബത്തഹ, അടിമ സ്ത്രീ അതിന്റെ യജമാനനെ പ്രസവിക്കുക എന്നാ പറഞ്ഞത്. ഓക്കെ, അടിമ സ്ത്രീ യജമാനനെ പ്രസവിക്കുക എന്ന് പറഞ്ഞാല് യജമാനന് അടിമയിൽ കുട്ടി ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഇനി അടുത്തത്, വൻ തറൽ ഹുഫാത്തൽ ഉറാത്തൽ ആലത്ത റിആ അശ്ശാഇ യതതാവലൂന ഫിൽ ബുനിയാൻ. ഇനി അടുത്തൊന്ന്, ഇപ്പൊ GCC-യിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം കൂടിയാണ്. വൻ തറ, പിന്നെ നീ കാണലാണ് ഹുഫാത്തൽ ഉറാത്ത, കാല് ചെരുപ്പില്ലാത്ത, ഉറാത്തായ, ഉറാത്ത് എന്ന് പറഞ്ഞാൽ നഗ്നരായ, ആലത്ത് എന്ന് പറഞ്ഞാല് ഫക്കീറായ, ക്യാഷ് ഇല്ലാത്ത, റിആ അശ്ശാഇ ആടിനെ മേൽക്കുന്ന ആൾക്കാർ, അവര് യതതാവലൂന ഫിൽ ബുനിയാനി, അവര് കെട്ടിടങ്ങളിൽ എന്ത് ചെയ്യാ, യതബാഹുന കെട്ടിടങ്ങൾ ഉണ്ടാക്കുക, അത് ഉയർത്തുക, അതില് അഹങ്കരിക്കുക, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവുക എന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ അപ്പൊ അതിനെ പറ്റിയിട്ട് ചില ഫത്വകളൊക്കെ ചോദിച്ചിട്ട് അതിൽ കാണാൻ പറ്റും. ഈ GCC രാജ്യങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കുറെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പൊ പണ്ട് ആടിനെ മേയിച്ച് നടന്നവരായിരുന്നു, ഇപ്പോ ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളാണോ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. ഇപ്പൊ ഇത് മനസ്സിലാവുന്നത് എന്താണ്, വൻ തറൽ ഹുഫാത്തൽ ഉറാത്ത, ഒന്നിനും കഴിയാതിരുന്ന ഫക്കീറായ ആൾക്കാർ, അവരെന്ത് ചെയ്യാ, വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുക, അട്ടിയുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുക, എന്നിട്ട് അതിന്റെ മേലില് അഭിമാനം കൊള്ളുക, അഹങ്കരിക്കുക തുടങ്ങിയ വിഷയങ്ങൾ ഉണ്ടാവുക. ഇത് ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളമായിട്ട് പറയുന്നുണ്ട്. സുമ്മൻതലക്ക, അങ്ങനെ. അപ്പോ ജിബ്രീൽ അലൈഹി സ്വലാം വന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു, അതിന് മറുപടി പറഞ്ഞു. സുമ്മൻതലക്ക ഫലബിസ്തു മലിയൻ, പിന്നെ അവിടുന്ന് സദസ്സ് പിരിഞ്ഞു, എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞു. സുമകാല, എന്നിട്ട് നബിതങ്ങള് ഉമർ അള്ളഹാനോട് ചോദിച്ചു, യാ ഉമറു അതീ മനസ്സായിലു, ഈ വന്ന ആളാരാണ്, ഈ ചോദ്യം ചോദിച്ചില്ലേ, അതാണ് സായിൽ, അതാരാണെന്ന് നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിച്ചു. കുൽത്തു അള്ളാഹു റസൂലു ആലം, അള്ളാഹുക്കോ റസൂലിനെ അറിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കറിയില്ല എന്നുള്ളൊരു പദാണത്. കാല ഫഇന്നഹു ജിബ്രീലു അതാക്കും യുഅല്ലിമക്കും അംറ ദീനിക്കും. പറഞ്ഞത് ഫഇന്നഹു ജിബ്രീലാണ് വന്നത്, അതാക്കും എന്തിനാണ് വന്നത്, യുഅല്ലിമക്കും അതാക്കും യുഅല്ലിമക്കും അംറ ദീനിക്കും, നിങ്ങളുടെ ദീനിന്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ജിബ്രീൽ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഹദീസ് കഴിഞ്ഞു. അപ്പൊ ഇതില് നമ്മളുടെ വിഷയം എന്തായിരുന്നു, നമ്മള്
മുറാക്കബയെ പറ്റിയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? മുറാക്കബ എന്ന് പറഞ്ഞാല് എന്ത് ചെയ്യാ, നിരീക്ഷണത്തിലാണ്, റബ്ബിന്റെ നിരീക്ഷണത്തിലാണെന്നുള്ള ബോധം നമുക്ക് ഒരടിമക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം എന്താ നമ്മളിവിടെ പഠിച്ചത്? ഇഹ്സാൻ. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് നിങ്ങള് അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുക. അള്ളാഹു നിങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട് എന്നൊരു ബോധം ഉണ്ടാവുക എന്നത്. അത് ഇഹ്സാന് മുറാക്കബയായിട്ട് ബന്ധപ്പെട്ടതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഏത്? ആഹാ, ഈ തസവുഫിന്റെ അതായത് ഇപ്പൊ ദീനെന്ന് മനസ്സിലായല്ലോ. ഇപ്പൊ ദീന്, ഈമാനി, ഇസ്ലാമി, ഇഹ്സാൻ. അപ്പൊ അത് തന്നെ മൂന്നായിട്ട് പറയലുണ്ട്. ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം? അഖീദ പഠിക്കണം. അഖീദ പഠിക്കണം എന്ന് എവിടെ കിട്ടി? ഈമാന് പറഞ്ഞുകൊടുത്ത് കിട്ടി. പിന്നെ നമ്മൾ ഫിഖ് പഠിക്കണം. ഫിഖിൽ എന്താണ് പഠിക്കുന്നത്? ഇസ്ലാമാണ് പഠിക്കുന്നത് അല്ലേ? ഇസ്ലാം, നിസ്കാരം, നോമ്പ്, സക്കാത്ത് തുടങ്ങിയ കാര്യങ്ങളാണ്. പിന്നെ എന്തും പഠിക്കണം? തസവുഫും പഠിക്കണം. തസവുഫിലാണ് എന്ത്? ഇഹ്സാനിന്റെ കാര്യങ്ങൾ വരിക. എങ്ങനെയാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, ഇഹ്സാൻ എന്താണ്? അപ്പൊ ഈ മൂന്ന് സംഭവങ്ങൾ എന്നിട്ടാണ് ഓരോ ഒരു പഠന ശാഖകൾ തന്നെ രൂപപ്പെട്ടത് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇപ്പോ ഇസ്ലാമിന്റെ മൊത്തത്തിലുള്ള വിജ്ഞാന പാരമ്പര്യത്തിന് തന്നെ ഒരു അടിസ്ഥാനമായിട്ട് ഈ ഹദീസിനെ എന്ത് ചെയ്യാറുണ്ട്? പൊതുവെ ക്ലാസ്സിൽ പരാമർശിക്കാറുണ്ട്. അപ്പൊ ഇതില് തസവുഫുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമാണ് ഇഹ്സാൻ എന്നുള്ളത്. ഫിഖ് ആണെങ്കിൽ ഇസ്ലാം, അഖീദ ആണെങ്കിൽ ഈമാൻ. തസവുഫിലോ? ശരി, ഓക്കെ. ഇനി അടുത്ത ഹദീസ് നോക്കാം. സാനി അൻ അബീ ദരിൻ ജുന്ദുബ് ബിൻ ജുനാദത വഅബി അബ്ദുറഹ്മാൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുമാ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത വഅത്ബഇ സയ്യിഅത്തൽ ഹസനത തംഹുഹാ വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ. അപ്പോ ആരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? അബൂദർ ജുന്ദുബ് ബിൻ ജുനാദ വഅബി അബ്ദുറഹ്മാൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ഇവര് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. രണ്ടാൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് എന്ത്? കാല ഇത്തക്കില്ല, നിങ്ങൾ അള്ളാഹുവിനെ, തങ്ങൾ ഒരിക്കൽ പറയണെന്ത്? ഇത്തക്കില്ല ഹൈസുമാ കുന്ത്, എവിടെയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ തഖ്വ ചെയ്യണം, അള്ളാഹുവിനെ പേടിക്കണം. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞതനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്. ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയും ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണം. അത് ഹൈസുമാ കുന്ത്, എവിടെയാണെങ്കിലും, നിങ്ങൾ ഒറ്റയ്ക്കുള്ള സ്ഥലത്താണെങ്കിലും പബ്ലിക്കിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും എവിടെയാണെങ്കിലും പടച്ചോൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കുക, ദീനനുസരിച്ച് ജീവിക്കുക. അപ്പൊ അതെന്താണ്? അപ്പൊ അത് ശരിക്കും ഫിഖ് പഠിക്കണം എന്ന് വരും. ഇപ്പൊ നമ്മുടെ ബിസിനസ് ആണെങ്കിലും നമ്മുടെ ഫാമിലി ലൈഫ് ആണെങ്കിലും നമ്മുടെ വേറെ എന്ത് ഇടപാടുകളാണെങ്കിലും മനുഷ്യന്മാരായിട്ടുള്ള നമ്മളെ ഇടപാടുകളാണെങ്കിലും അവിടെയൊക്കെ എന്ത് ചെയ്യണം? ദീനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതാണ് ഹൈസുമാ കുന്ത നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളെയും ഉൾക്കൊള്ളിക്കുന്ന ഒരു സംസാരമാണ് അല്ലേ? അപ്പൊ നമുക്ക് പടച്ചവനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്നുവെച്ചാൽ ഈ അടിമത്തം ആസ്വദിക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രയോഗമായിരുന്നു എന്ത്? അടിമ എന്ന പ്രയോഗം. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി എന്നാണ് പ്രയോഗിച്ചത്. ഇപ്പൊ ഇസ്രായിന്റെ നല്ല എന്താ പറയാ സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിരുന്നത്. വേറൊരു അമ്പിയാക്കൾക്കും കിട്ടാത്തൊരു ഗുണാണ്, ഒരു ക്വാളിറ്റിയാണ് അള്ളാഹുവിനെ കാണുക എന്നുള്ളത്. അപ്പൊ അതിന് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ പ്രയോഗിച്ചത് എന്താ? സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി, അടിമയെ കൊണ്ടുപോയി എന്നാ പറഞ്ഞത്. നബിതങ്ങൾക്ക് എന്തായിരുന്നു?
ഈ അടിമ എന്ന പ്രയോഗം ഇഷ്ടമായിരുന്നു. അപ്പൊ അതൊരു അസ്വാതന്ത്ര്യമല്ല, മറിച്ച് അടിമയായിരിക്കുക, നല്ലൊരു അടിമയായിരിക്കുക എന്നുള്ളതാണ് ദുനിയാവില് ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം. ഓക്കെ, അപ്പോ പറഞ്ഞു ഇത്തക്കില്ല ഹൈസുമാ കുന്ത, നാളെ എവിടെയാണെങ്കിലും എന്ത് ചെയ്യുക, അള്ളാഹുവിനെ ഭയപ്പെടുക. വഅത്ബൈ സയ്യിഅത്തൽ ഹസനത തംഹുഹാ, പിന്നെ എന്ത് ചെയ്യണം, ഒരു സയ്യിഅത്ത് ചെയ്ത് കഴിഞ്ഞാൽ, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഒരു ഹസനത്ത് ചെയ്യാം, തംഹുഹാ, അപ്പൊ അതിനെ മായ്ക്കും. പക്ഷെ തെറ്റ് ചെയ്യണമെന്നല്ല, തെറ്റ് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ വന്നു പോവാം. അപ്പൊ അതിനെ മായ്ക്കാൻ എന്ത് ചെയ്താൽ മതി, ഹസനത്ത് ചെയ്താൽ മതി. എന്നാൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യാത്ത് എന്ന് കാണാൻ പറ്റും. നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യും, നല്ല കാര്യങ്ങള് ചീത്ത കാര്യങ്ങളെ മായ്ച്ചു കളയും. അതാണ് ഇവിടെ പറഞ്ഞത്. മത്ബൈൽ സയ്യാത്തൽ ഹസനത തംഹുഹ, തംഹറിനെ മായ്ക്കും. അപ്പോ ചീത്ത കാര്യങ്ങൾ എന്ത് ചെയ്യും, നല്ല കാര്യങ്ങൾ മായ്ച്ചു കളയും. വഹാലിക്കിൻ നാസ ബി ഖുലുഖിൻ ഹസനി, പിന്നെന്താ ചെയ്യണം, ജനങ്ങളോട് ഖുലുഖിൻ ഹസനൻ, നല്ല സ്വഭാവത്തിൽ പെരുമാറുകയും ചെയ്യണം. റവാഹു തുർമുദി വഖാല ഹദീസുൻ ഹസൻ. ഇവിടെ ഇഹ്സാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്താ, ഇത്തഖില്ല ഹൈസുമാ കുൻത എന്ന് പറഞ്ഞ വിഷയം. നിങ്ങൾ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞത്. ഓക്കെ, അസാലിസു, ക്ലിയർ ആണല്ലോ. ഇനി മൂന്നാമത്തെ ഹദീസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല കുന്തു ഖൽഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി തങ്ങൾ പിറകിലായിരുന്നു ഞാൻ ഒരു ദിവസം ഉണ്ടായിരുന്നത്. അപ്പൊ ഖാല, എന്നിപ്പോ വിളിച്ചു, യാ ഗുലാം, കുട്ടി എന്ന് വിളിച്ച് പറയണെന്ത്, ഇനി മുഅല്ലിമു കലിമാത്തിൻ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, നിങ്ങൾ എന്ത് ചെയ്യണം, ഈ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹുവിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അള്ളാഹു നിന്നെയും സൂക്ഷിക്കും എന്നാണ്. ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹു പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ച് ചെയ്യുക, അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അള്ളാഹു തആല നിങ്ങളെയും സൂക്ഷിക്കും. ഇനി ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക, അള്ളാഹുവിനെ സൂക്ഷിക്കണം, അപ്പൊ നിന്റെ നേരെ അള്ളാഹു തിരിഞ്ഞു നിൽക്കുന്നതായിട്ട്, നിനക്ക് അഭിമുഖം നിൽക്കുന്നതായിട്ട് നിനക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി വീണ്ടും പറയാണ്, ഇദാ സഅൽത ഫസ്അലില്ലാഹ, ഈ ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഫസ്അലില്ല, അള്ളാഹുവിനോട് ചോദിക്കണം. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ ഒരു കാര്യം സഹായം ചോദിക്കുകയാണെങ്കിൽ, ആരുടെങ്കിലും സഹായം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം ചോദിക്കണം. ഓക്കെ, അതെന്താ പറഞ്ഞതിന്റെ അർത്ഥം, ദുന്യാവിൽ ആരോടും ഒരാളോട് ഒരു കാര്യം ചോദിക്കാൻ പാടില്ല എന്നല്ല. ഓക്കെ, ഇനി സിയാറത്ത് പോയിട്ട് സിയാറത്ത് പാടില്ല, മക്കാമിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഇബാദത്ത് ചെയ്യാൻ പാടില്ല, അവരോട് അവരെ മുൻനിർത്തി ചോദിക്കാൻ പാടില്ല എന്നതല്ല. ആ സ്ഥലത്തെ ഫസ്സലില്ല, നമ്മള് മക്കാമിൽ പോയിട്ട് മമ്പറത്ത് പോയാലും എവിടെ പോയാലും നമ്മൾ ദ്വാരക്കുന്ന ആരോടാണ്, പഠിച്ചവനോടാണ്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. ചോദിക്കണ പഠിച്ചവനോട് ചോദിക്കണം, സ്ഥാനത്തെ സഹായം ചോദിക്കണം, അള്ളാഹുവിനോട് സഹായം ചോദിക്കണം. അള്ളാഹുവിന്റെ സഹായം ഇല്ലാതെ ഇവിടെ ലോകത്തൊന്നും നടക്കൂല. ഓക്കെ, എന്ന് വെച്ച് നമ്മളിപ്പോ വേറെ ആരോട് സഹായം ചോദിച്ചാലും അത് ആരാണ് ചെയ്യണത്, നമ്മളിപ്പോ സഹായിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ദുന്യാവിൽ തന്നെ സഹായിക്കുന്ന പല ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഓരോ കഴിവുകൊണ്ടല്ല സഹായിക്കുന്നത്, അവർക്ക് പടച്ചവൻ കൊടുത്ത കഴിവുകൊണ്ടാണ് സഹായിക്കുന്നത് എന്നതാണ് അഹ്ലു സുന്ന നമ്മളെ വിശ്വാസം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവരോട് ചോദിക്കുന്ന സഹായം എന്തല്ല, പടച്ചവന് സഹായം ചെയ്യുന്നു എന്നതിനോട് എതിരല്ല, ഇവരോട് ചോദിക്കുന്നതിലൂടെ പടച്ചവൻ സഹായം ചെയ്യുന്നു എന്നതാണ് നമ്മളെ വിശ്വാസം. ഓക്കെ, ഫഅലം അന്നൽ ഉമ്മത, ഇനി അറിയണം, അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക. നീ മനസ്സിലാക്കണത് അന്നൽ ഉമ്മത, അതാണ് പറയണത്, ഉമ്മത്ത് ലൗ ഇജ്തമഅത് അലാ അൻ യൻഫഉക, അവർ ഒരുമിച്ച് കൂടി നിനക്ക് ഉപകാരം ചെയ്യാൻ, ബിശൈഇൻ ഒരു കാര്യം കൊണ്ടൊരു ഉപകാരം ചെയ്യാൻ, ഒരെല്ലാരും കൂടി പിരിവെടുത്ത് കുറച്ച് പൈസ തരാൻ ഒരുമിച്ച് കൂട്ടിയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ ഒരുമിച്ച് കൂട്ടിയാൽ, ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക, അവർ ഉപകാരം ചെയ്യുന്നില്ല, ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക, അല്ലാഹു തആല നിങ്ങൾക്ക് എന്താണോ കണക്കാക്കി, അല്ലാഹു തആല നിനക്ക് കണക്കാക്കിയ ഒരു സംഭവം
അതനുസരിച്ചാണ് ഒരു സഹായം ചെയ്യുന്നത്. വൈനിച്ചിത്തമാവൂ അലാ യുദുറൂക ബിശൈഇൻ. ഇനി അവരൊക്കെ കൂടി ഒരുമിച്ച് കൂടി എന്നിട്ട് നിന്നെ ബുദ്ധിമുട്ടാക്കാൻ ആണ് അവരുദ്ദേശിക്കുന്നതെങ്കിൽ ലം യദുറൂക, അവർ നിങ്ങളെ ബുദ്ധിമുട്ടാക്കിയിട്ടില്ല. ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക, അല്ലാഹു തആല നിങ്ങൾക്ക് കണക്കാക്കിയ ഒരു സംഭവമാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. ഓക്കെ. റുഫിയത്തിൽ അക്കലാം വജഫത്തി സുഹുഫു, കലം ഉയർത്തപ്പെട്ടിട്ടുണ്ട്. വജഫത്തി സുഹുഫു, എല്ലാം കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. എല്ലാം മുൻകൂട്ടി കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചാണ് അള്ളാഹുവിന്റെ ഖദർ ഖദാ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഖൈറും ഷർറും ഒക്കെ നടക്കുന്നത്. ഓക്കെ. അപ്പൊ എവിടെയായിരുന്നാലും നിങ്ങൾ പഠിച്ചോനെ സൂക്ഷിക്കണം. നമ്മൾ എന്താണ് നല്ല ചെയ്യുന്നത് അതിനനുസരിച്ച് അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇനി ഇപ്പൊ ദുആഇനെതിരാണോ, ദുആരിക്കാൻ പാടില്ല എന്നതാണോ ഇതിന് മനസ്സിലാവുന്നത്? അങ്ങനെയല്ല. ചില വിഷയങ്ങള് രണ്ട് രൂപത്തിൽ ഖദാ ഉണ്ടാവും. ഒന്ന് പറഞ്ഞാല് എന്ത് ചെയ്യാ, ഉബ്രമായ ഖദാ എന്ന് പറയാ. അതെന്തായാലും അങ്ങനെ തന്നെ നടക്കും, അത് തീരെ മാറ്റാൻ പറ്റില്ല. ഇനി ചില ഖദാകൾ എന്തുണ്ടാവും, മുഅല്ലഖായ ഖദാകൾ ഉണ്ടാവും. അതായത് ചിലപ്പോൾ പടച്ചോൻ കണക്കാക്കി എങ്ങനെയായിരിക്കും, അവന് നല്ല രീതിയിൽ ഇപ്പൊ ദ്വാരക്കാണെങ്കിൽ, നല്ലോണം ദ്വാരക്കാണെങ്കിൽ കുറച്ച് സമയം കൂടി കൂടുതൽ ആയുസ് കിട്ടും. അല്ലെങ്കിൽ ദ്വാരക്കാണെങ്കിൽ ചില നിയമത്തുകൾ കിട്ടും. ഇനി നല്ല രീതിയിലല്ല, മോശം രീതിയിലാണ് ചെലവഴിക്കുന്നതെങ്കിൽ കുറച്ച് ആയുസ് കുറയും. അങ്ങനെയുള്ള കഥാകൾ ഉണ്ടാവും. നമുക്കറിയില്ല, നമ്മള് മാതതിരി നഫ്സും മാതാ തക്സിബു അതാ, അല്ലെ, എന്താണ് സംഭവിക്കാൻ പോണ, നമ്മൾ എവിടെയാണ് മരിക്കണമെന്നോ എന്താണ് നാളെ ഉണ്ടാവണമെന്നോ സയൻസ് എത്ര ടെക്നോളജി ഉണ്ടായിട്ടും നമുക്ക് പറയാൻ പറ്റുന്നില്ല, പ്രവചിക്കാൻ പറ്റുന്നില്ല. അത് ഖുർആനിലുള്ളതാണ്. എന്ത് മാതതിരി നഫ്സും മാതാ തക്സിബു അതാ, നാളെ എന്താ സംഭവിക്കുക, നാളെ എന്താ ചെയ്യാൻ ഉണ്ടാവാൻ പോവാന്ന് ആർക്കും അറിയില്ല എന്നുള്ളത്. അപ്പോ ഇവിടെ പറഞ്ഞ എന്താ, ഫ്യൂച്ചർ. അപ്പോ നമുക്ക് എന്താ ഉണ്ടാവാൻ പോണെന്ന് അറിയില്ല. അപ്പൊ അള്ളാഹു താലാണ് സംഭവിക്കുന്നതിലൊക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ സംഭവിക്കാൻ പോണെന്ന് അറിയില്ല. അപ്പോ പല രീതിയിലുള്ള കഥകളുണ്ട്. ഒരിക്കലും മാറാൻ പറ്റാത്ത കതിറുണ്ടാവും, മാറാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവും. നമുക്ക് ദ്വാരക്കാന്നുള്ളതാണ് നമ്മുടെ ഒരു മുമ്പിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സിലാഹ്, അവന്റെ ആയുധം. അപ്പൊ അത് നമ്മൾ നിർവഹിക്കുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അടുത്ത ദിവസം വായിച്ചൂടെ? ഇനി ഇനി വേറെ ഹദീസിൽ കാണാൻ പറ്റും. ഇത് വേറെ റിവായത്തിൽ, ഈ ഹദീസ് തന്നെ തുർമുദി റിപ്പോർട്ട് ചെയ്താണ്. വേറെ റിവായത്തിൽ കാണാൻ എന്ത്, ഇഹ്ഫദില്ലാ തജിദുഹു അമാമക, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം, അങ്ങനെയാണ് അള്ളാഹു താല നിങ്ങളെ മുമ്പിൽ നിങ്ങൾ എത്തിക്കും. ഓക്കെ. അള്ളാഹു താലിനെ അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും, എത്തിക്കാൻ പറ്റും. അപ്പോൾ പഠിച്ചവനൊരു സാമീപ്യം ജീവിതത്തിൽ ഉണ്ടാവും. നമ്മളൊരു മുഴ എടുത്തു കഴിഞ്ഞാല്, അല്ല, നമ്മളൊരു ഷിബർ, ഒരു ചാണ എടുത്തു കഴിഞ്ഞാൽ പഠിച്ചവനൊരു മുഴ നമ്മളോട് അടുക്കുന്ന. ഓക്കെ. ഇനി ഈ റഹായിന്റെ സമയത്ത്, ഐശ്വര്യം ഉണ്ടാകുന്ന സമയത്ത്, സന്തോഷം, സാറ്റിസ്ഫാക്ഷന്റെ സമയത്ത് എന്ത് ചെയ്യുക, പഠിച്ചവനോട് അടുക്കുക. അങ്ങനെയാണ് ഈ സമയത്ത് അള്ളാഹു താല നമ്മളെ പരിഗണിക്കും. ഇപ്പോ ഫിഷിദ്ദത്തി, ബുദ്ധിമുട്ട് പ്രയാസത്തിന്റെ സമയത്ത് എന്ത് ചെയ്യും, അള്ളാഹു താല നമ്മളോട് അടുക്കും, നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യും. മാലം അന്നമാ അഖ്താക ലം യകുൻ ലിയുസീബക, ഇനി വേറെ എന്തിനാ അറിയണം, അന്നമാ അഖ്താക, നിന്നെ തൊട്ട് തെറ്റിപ്പോയെന്ന്, ലം യകുൻ ലിയുസീബക, നിനക്ക് സംഭവിക്കാൻ ആയിരുന്നില്ല, നിനക്ക് ഒരു കാര്യം ഇപ്പൊ കിട്ടില്ല, അതാണ് അഖ്താക, വഴി തെറ്റിപ്പോയി. മീൻസ് നമുക്ക് വരാനുള്ളത് ഇവിടെ തട്ടിപ്പോയെന്നല്ല. മാ അഖ്താക ലം യകുൻ ലിയുസീബക, നിങ്ങൾക്ക് കിട്ടാത്തൊരു സാധനം ലം യകുൻ ലിയുസീബക, അത് നിങ്ങൾക്കുള്ളതായിരുന്നില്ല. മാ അസ്വാബക, നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ സംഭവം ഉണ്ടല്ലോ, ലം യകുൻ ലിയുഖ്തിയക, അത് മറ്റാർക്കും ഉള്ളതും ആയിരുന്നില്ല. ഓക്കെ. ആലം അന്നൻ നസ്ര മാസുബരി, പിന്നെ നീ മനസ്സിലാക്കണം എന്ത്, നസ്ര മാസുബരി, സുബർ ചെയ്താൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. ഫറജമാൽ കർബി,
പ്രയാസം ഉണ്ടായാൽ അതിൽ നിന്നുള്ള എളുപ്പവും അതിൽ നിന്നുള്ളൊരു മോചനവും ഉണ്ടാവും. അന്ന മഅൽ യുസ്രി യുസ്ര, ഇന്ന മഅൽ യുസ്രി യുസ്ര എന്നാണല്ലോ. പ്രയാസം ഉണ്ടാവുമ്പോൾ പ്രയാസത്തിന് ശേഷം എന്ത് ചെയ്യും, ഒരു എളുപ്പവും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി റാബിയു അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല ഇന്നകും ലതഅലമൂന അഅമാലൻ ഹിയ അദഖു ഫി അയ്യുനികും മിന ശഅരി കുന്നാ നഅദ്ദുഹാ അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മൂബിഖാത്തി. അപ്പോൾ ഇത് മുറാക്കബ, സ്വഹാബത്തിന്റെ ആ കാലത്തുണ്ടായ മുറാക്കബയെ കുറിച്ചാണ് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. മുറാക്കബ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, പടച്ചവനെ എന്ത് ചെയ്യാ, ജീവിതത്തില് പടച്ചവന്റെ സാമീപ്യം നമ്മൾ മനസ്സിലാക്കുക, എപ്പോഴും അത് ജീവിതത്തിൽ പുലർത്തുക എന്നുള്ളതാണ്. അപ്പോൾ സ്വഹാബത്ത് ജീവിച്ചത് എങ്ങനെയായിരുന്നു? അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നകും ലതഅലമൂന അമാലൻ ഹിയ അദഖു ഫി അയ്യുനികും മിന ശഅരി. നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ അദഖു ഫി അയ്യുനികും മിന ശഅരി, നിങ്ങളുടെ കണ്ണിൽ എന്താണ്, നിങ്ങളുടെ കണ്ണില് അത് ഒരു മുടിയുടെ അത്രേ ഉള്ളൂ, മീൻസ് ആ മുടിന്റെ അത്ര പോലും ഇല്ല. അപ്പൊ അത് വളരെ നിസ്സാരമാക്കിയിട്ടാണ് നമ്മൾ നിങ്ങൾ കണക്കാക്കുന്നത്. പക്ഷെ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, കുന്നാ നഅദ്ദു അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മൂബിഖാത്തി, നമ്മൾ അതേ സാധനം തന്നെ കണക്കാക്കുന്നത് മൂബിഖാത്തിൽ വലിയ പാപങ്ങളിൽ പെട്ടതായിട്ടായിരുന്നു കണക്കാക്കിയത്. റവാഹുൽ ബുഖാരി. കാല മൂബിഖാത്ത് എന്ന് പറഞ്ഞാൽ മുഹ്ലിഖാത്ത്, വലിയ ദോഷത്തിൽ പെട്ടായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. ഈ തെറ്റുകൾ എന്താണ്, അത് നിസ്സാരമായിട്ട് കണക്കാക്കുന്നൊരു പ്രവണത, അത് അതിനെ തൊട്ടാണ് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. പടച്ചോന് കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമുക്ക് ഇങ്ങനെ കണക്കെടുക്കാണ്. ഇതിപ്പോ പടച്ചോന് ഇഷ്ടപ്പെടുമോ, ഇത് അള്ളാഹ്ക്കും റസൂലിനും ഇഷ്ടപ്പെട്ട കാര്യമാണോ, ഒരു കൽപ്പിച്ച കാര്യമാണോ അല്ലേ എന്ന് കണക്കാക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ ഒരു അക്കൗണ്ടബിലിറ്റി വരും നമ്മളെല്ലാ കാര്യങ്ങൾക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ ചെറിയൊരു കാര്യങ്ങൾ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിലൊരു സങ്കടം വരും. ഓക്കെ, അപ്പൊ അതാണ് സ്വഹാബത്ത് പറഞ്ഞത്, ഒരു നിബിധങ്ങളുമായിട്ടും അതുവഴി അള്ളാഹുമായിട്ടുള്ള ഭയങ്കര ഒരു അടുപ്പത്തിലായിരുന്നു. നിസ്കാരത്തിലൊക്കെ അത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന, അങ്ങനെ നല്ല രീതിയിൽ ജീവിച്ച ആൾക്കാരായിരുന്നു. ഒരു ചെറിയ തെറ്റ് വരെ കണക്കാക്കിയത് മൂബിക്കാത്തായിട്ടാണ്, വലിയ തെറ്റുകളായിട്ടാണ് എന്നാണ് പറഞ്ഞത്. റവാഹുൽ ബുഖാരി. ഖാലൽ മൂബിക്കാത്ത് മുഹ്ലിക്കാത്ത്. ഇനി അടുത്ത ഹദീസാണ് ഇന്നല്ലാഹ തആല ഇന്നല്ലാഹ തആല കഴിഞ്ഞോ, യഗാറു വഗൈറത്തുല്ലാഹി തആല യഅതിയൽ മർഉ മാ ഹറമല്ലാഹു അലൈഹി. അല്ലാഹു തആല ദേഷ്യം പിടിക്കും. വഗൈറത്തുല്ലാഹി തആല യഅതിയൽ മർഉ മാ ഹറമല്ലാഹു അലൈഹി. എപ്പോഴാണ് റബ്ബിന് ദേഷ്യം ഉണ്ടാവുക? അള്ളാഹു ഹറാമാക്കിയ കാര്യം, അള്ളാഹു തആല അവർക്ക് ഹറാമാക്കിയ കാര്യം അവർ ചെയ്യുമ്പോൾ അള്ളാഹു തആലക്ക് ദേഷ്യം ഉണ്ടാകും. അള്ളാഹുവിന്റെ ദേഷ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ, മനുഷ്യന്മാർ ദേഷ്യം പിടിക്കുന്ന മാതിരില്ല. അപ്പൊ പല വിഷയങ്ങൾ അങ്ങനെ ഖുർആനിലുണ്ട്. അള്ളാഹുവിന്റെ യദ് എന്ന് വന്നിട്ടുണ്ട്, കൈ എന്ന് വന്നിട്ടുണ്ട്. അള്ളാഹു തആല എന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഇനി ദേഷ്യം പിടിക്കുന്നു, അള്ളാഹു ലാ യുഹിബ്ബു, അള്ളാഹു യുഹിബ്ബു, അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ മനസ്സിലാക്കണം? നമ്മൾ ഇഷ്ടപ്പെടുകയോ ദേഷ്യം പിടിക്കുകയോ ചെയ്യുന്ന പോലെയല്ല. ദേഷ്യം പിടിച്ചാൽ എന്ത് ചെയ്യും, അതിന്റെ റിസൾട്ട് ഉണ്ടാവും. അപ്പൊ അതിന്റെ ശിക്ഷയും കോപവും ദുനിയാവിലും ആഖിറത്തിലും അതിന്റെ പരാജയമൊക്കെ ഒരു ചങ്ങായിക്ക് ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. അള്ളാഹു താലാന്റെ അപ്പൊ ഹറാമുകൾ ചെയ്തു കഴിഞ്ഞാല് റബ്ബിന്റെ ദേഷ്യമാണ്, ശിക്ഷയാണ്, കോപാണ് എന്ത് ചെയ്യുക ഒരാൾക്ക് ഉണ്ടാവുക. ഇനി സാദിസ് കുറച്ച് വലിയൊരു ഹദീസാണ്. ഓക്കെ, അപ്പൊ മുറാക്കബയായിരുന്നു നമ്മുടെ വിഷയം. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഇന്നത്തെ വിഷയം? ഓക്കെ, അപ്പൊ കാഫിര്യങ്ങൾ എന്താ ചെയ്യാ, അവർക്ക് വലിയ ദോഷങ്ങൾ പോലും ഈ ഈച്ചനെ പോലെയാണെന്നാ. മുഖത്ത് വരുമ്പോ ഈച്ച ജസ്റ്റ് ഒന്ന് ആട്ടിക്കഴിഞ്ഞാൽ അത് പോകും. പക്ഷെ മുഅ്മിനീങ്ങൾക്ക് എന്ത് ചെയ്യാണ്,
അത് വലിയൊരു പ്രശ്നമാണ്. അപ്പൊ അത് എപ്പോഴാണ് പ്രശ്നക്കായി മാറുക? ഈ പഠിച്ചവനൊക്കെ അടുത്തുണ്ടെന്നും പഠിച്ചവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സീരിയസ് ആണെന്നും ആലോചിക്കുമ്പോൾ അതൊരു പ്രയാസമൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് മുറാക്കബയെ പറ്റിയുള്ള വിഷയങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ പഠിച്ചവന്റെ സാമീപ്യം ജീവിതത്തിൽ ഉടനീളം നിലനിർത്താൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ.